കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുക്കാം. ഇത് കഴുകി എടുത്തിട്ട് വരാം. ഇതിലേക്ക് 3-ാം പാലാണ് ചേർക്കണത്. തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് 3 വിസിൽ വിട്ടെടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് നാളികേരക്കൊത്ത് വറുത്തെടുക്കാം. നാളികേരക്കൊത്ത് കളർ മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി ഇടുന്നുണ്ട്. എല്ലാം റോസ്റ്റായി നമുക്ക് പാനിന് മാറ്റാം. 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് വറക്കാം. ഗോതമ്പ് വേവാനായിട്ട് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. സൂചി ഗോതമ്പ് വേവുമ്പോഴേക്കും 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് ഉടച്ചെടുക്കാം. പഴത്തിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്യാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചാമൃതം റെഡിയായി. ഗോതമ്പും വെന്തു. നമ്മൾ വേവിച്ച പരിപ്പ് ഇതിലേക്ക് ചേർക്കാം. റെഡിയാക്കി വെച്ചേക്കണ പഞ്ചാമൃതം ചേർക്കാം. ഇതിലേക്ക് 2-ാം പാല് ചേർക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. 2-ാം പാല് ചേർത്ത് നല്ലോണം പായസം തിളച്ചു കൂട്ടാം. 1-ാം പാല് ചേർത്തിട്ട് തിളപ്പിക്കണ്ട, ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. വറുത്ത് വെച്ചേക്കുന്ന നട്ട്സ് നാളികേരക്കൊത്തൊക്കെ ചേർത്ത് കൊടുക്കാം. പായസം റെഡിയായി.